മണികളെ എല്ലാവർക്കും സുഖമല്ലേ? കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ തിരികെ വന്നിരിക്കുകയാണ്. വളരെയധികം രസകരമായിട്ടുള്ള ഒരു അടിപൊളി മൂവി സീരീസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് ഞാൻ ഈ സീരീസ് ഇത്രയും നാള് കണ്ടില്ല എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഒരുപാട് കൂട്ടുകാർ ചോദിച്ച നറൂട്ടോ സീരീസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കഥയുടെ തുടക്കത്തില് ഒരു പൂർണ്ണ ചന്ദ്രനാണ് കാണിക്കുക. അതിന്റെ അടുത്തായിട്ട് 9 വാലുകളുള്ള ഒരു ദുഷ്ടൻ കുറുക്കൻ ഗ്രാമത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോ ഒരു നിഞ്ചയാവട്ടെ അതിനെ കൊന്ന് ഒരു മനുഷ്യ ശരീരത്തില് അതിനെ കൂടി ഇരുത്തും. ഫോർത്ത് ഹുക്കാതെയാണ് ഈ ഒരു സാക്രിഫൈസ് ചെയ്തത്. ഇതോടുകൂടിയാണ് ഈ ഒരു കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് പിന്നെ കാണിക്കുക നമ്മുടെ കഥാനായകനായിട്ടുള്ള നറൂട്ടോ ഉസുമാക്കിയാണ്. 2-3 പേര് ചേർന്ന് ആളെ ഓടിച്ചോണ്ടിരിക്കുകയാണ്. ആള് അരക്കുപ്പിയുടെ അത്ര ഉള്ളെങ്കിലും കയ്യിലിരിപ്പ് മുഴുക്കുപ്പിയുടേതാണ്. ഇവനിപ്പോ ഒപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യം അത്ര ചെറുതല്ല. ആ ഒരു വലിയ കുറുക്കനെ കൊന്ന മെയിൻ ഹുക്കാഗോസിന്റെ മുഖങ്ങള് മലയില് കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഇവന്റെ പ്രധാന പരിപാടി അതിന്റെ മേലെ കൂടെ പെയിന്റ് എടുത്ത് ഒഴിക്കുക എന്നതാണ്. കുറച്ച് സെൻസായിമാരാണ് അവരെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോ സാക്ഷാൽ ലോർഡ് ഹുക്കാഗയുടെ അടുത്ത് നിന്ന് തന്നെ കാര്യം പറയും. എത്രയും പെട്ടെന്ന് അവനെ എന്റെ അടുത്ത് പിടിച്ചുകൊണ്ടുവരാനായിട്ട് ആള് ഉത്തരവ് ഇറക്കും. അവരുടെ കയ്യിൽ നിന്ന് നമ്മുടെ ആള് ഈസി ആയിട്ട് എസ്കേപ്പ് ആയെങ്കിലും ഓടി വന്ന് പെടുന്നതായിക്കോട്ടെ അവന്റെ ടീച്ചറിന്റെ മുൻപില്. അവനെ കണ്ട് ഇറുക്ക സെൻസായി, നീ ഇപ്പൊ ക്ലാസ്സിലിരിക്കേണ്ട സമയല്ലേ, നീ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കാണോ എന്ന് ചോദിക്കുമ്പോ, ഇതിനു മുൻപ് ഞാൻ 2 വട്ടം ഗ്രാജുവേഷൻ അപ്പിയർ ചെയ്തു, പക്ഷെ ഞാൻ പൊട്ടിപ്പോയി, ഇനിയും ഞാൻ വന്നിരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോ സാറ് നമ്മുടെ മണ്ടപ്പനെ തൂക്കിയെടുത്ത് ക്ലാസ്സിൽ കൊണ്ടിരുത്തും. കഴിഞ്ഞുപോയ അധ്യായങ്ങള്, ജിപ്സോ ട്രെയിനിങ്സ് എല്ലാം തന്നെ മറ്റു കുട്ടികള് അവന് കാണിച്ചു കൊടുക്കും. പക്ഷെ നമ്മുടെ ആള് ഇത് ട്രൈ ചെയ്യുമ്പോ അവനൊരു സുന്ദരിയായ പെണ്ണായി തീരും. കാലിബൂണ്ട സാറാവട്ടെ, നാളത്തെ ടെസ്റ്റില് എങ്ങനെയെങ്കിലും നീ വിജയിച്ചിരിക്കണം, മാത്രമല്ല കല്ലിൽ കൊത്തിവെച്ച വിഗ്രഹങ്ങള് നീ കഴുകി വൃത്തിയാക്കുകയും വേണമെന്ന് പറഞ്ഞ് അവനെ കൊണ്ട് അത് മുഴുവൻ കഴുകിപ്പിക്കും. നെക്സ്റ്റ് ഡേ എക്സാമില് നമ്മുടെ ആൾക്ക് കിട്ടുന്നത് ക്ലോൺ ജിപ്സോ കാണിക്കാനാണ്. ഗഹനമായി ചിന്തിച്ച് വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് നല്ല ഊളത്തരം നമ്മുടെ ആള് കാഴ്ചവെക്കും. ഇത് മറ്റൊരു സാറ് കണ്ടിട്ട് ഇവൻ 2 തവണ തോറ്റുപോയതല്ലേ, ഇത്തവണ ഏതായാലും ഇവനെ ജയിപ്പിച്ചേക്കാന്ന് പറയുമ്പോ ഇറുക്ക സെൻസൈ ആവട്ടെ, ഒരിക്കലുമില്ല, ഇത്തവണ ഞാൻ നിന്നെ തോൽപ്പിക്കുമെന്ന് അവന്റെ മുഖത്ത് നോക്കി പറയും. ഹാപ്പിയായി എല്ലാവരും ജയിച്ചു നടക്കുമ്പോ നമ്മുടെ പാവം കുട്ടപ്പൻ മാത്രം അവിടെ ഒരു ഊഞ്ഞാലില് സാഡ് അടിച്ചിരിക്കുകയാണ്. ദൂരെ ഇരിക്കുന്ന നമ്മുടെ ചെക്കന്റെ അടുത്തേക്ക് മിസൂക്ക എന്ന് പറയുന്ന മറ്റൊരു സെൻസായി വന്ന് അവന്റെ ഉള്ളില് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്താക്കാൻ ശ്രമിക്കും. ഫോക്സിനെ കൊന്ന പ്രധാനപ്പെട്ട ഒരു ഹുക്കാഗയുടെ ബുക്ക് അടിച്ചുകൊണ്ട് വരാനായിട്ട് അവനെ അയാൾ പ്രേരിപ്പിക്കുമ്പോ നമ്മുടെ ചെക്കൻ അത് തെറ്റാണോ ശരിയാണോ എന്ന് പോലും ആലോചിക്കാതെ നൈസായിട്ട് ബുക്ക് ചൂണ്ടിയെടുക്കും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് ഇറുക്ക സെൻസായിക്ക് ഇപ്പൊ ഒരുപാട് കുറ്റബോധം അടിച്ച് പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോക്സിന്റെ ആക്രമണത്തില് നമ്മുടെ കുട്ടപ്പന്റെ അച്ഛനും അമ്മയും പോയതുപോലെ തന്നെ ഇറൂക്കയുടെ പാരന്റ്സും മരിച്ചു പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ 2 പേരുടെയും ജീവിതശൈലി ഏകദേശം സെയിം ആണ്. അവനെ തോൽപ്പിച്ചതില് ഇപ്പൊ നമ്മുടെ ഇറൂക്ക സെൻസായിക്ക് നൈസായിട്ട് കുറ്റബോധം അടിച്ചിരിക്കുകയാണ്. കറക്റ്റ് സമയത്ത് ഡോറിൽ ഒരാൾ നോക്ക് ചെയ്ത് നറൂട്ടോ ഇത്തരത്തില് ഒരു ബുക്ക് അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്നുള്ള കാര്യം അവനെ ബോധിപ്പിക്കും. ഇറൂക്കയ്ക്ക് ഒരുപാട് വിഷമമായിട്ട് ഒരു വഴിയില്ലാതെ ലോർഡ് ഹുക്കാഗയുടെ അടുത്ത് പോയി ഈ കാര്യം പറയും. ഈ കാര്യം കേൾക്കേണ്ട താമസം നറൂട്ടോയെ പിടിച്ച് വലിയ ശിക്ഷ വിധിക്കാനായിട്ട് ലോർഡ് ഉത്തരവിടും. കാട്ടിൽ നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ ഹായ് ആയിട്ടിരുന്ന് ആ ഒരു സ്ക്രോളൊക്കെ വായിച്ച് രസിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറവനെ ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുമ്പോഴേക്കും ബുക്കിലുള്ള ഒരു ജിപ്സോ നമ്മുടെ ആള് പഠിച്ചിട്ടുണ്ടാവും. നിന്നോട് ആരാണ് ഈ ഒരു സ്ക്രോളിന്റെ കാര്യം പറഞ്ഞതെന്ന് നമ്മുടെ സാറ് ചോദിക്കുമ്പോ വേറെ ആരുമല്ല, മിസൂക്കയാണ് എന്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞത്. ഇതിൽ ഒരുപാട് ജിപ്സോ ഉണ്ട്, ഇത് ഞാൻ പഠിക്കുകയാണെങ്കിൽ എന്നെ ആർക്ക് തോപ്പിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞാനിതില് ഒരു ടെക്നിക്ക് പഠിച്ചിട്ടുണ്ട്, അത് കണ്ടിട്ട് തീർച്ചയായിട്ടും എന്നെ ജയിപ്പിക്കണമെന്ന് പറയുമ്പോ അതേ സമയത്ത് അവിടേക്ക് മിസൂക്കയും വരും. മിസൂക്കയെ കണ്ട് ഇറൂക്ക കലിപ്പടിച്ച് അവന്റെ അടുത്ത് ദേഷ്യപ്പെടുമ്പോ മിസൂക്ക ആവട്ടെ ഇറൂക്ക ദുഷ്ടനാണെന്നും നറൂട്ടോയെ തകർക്കാനാണ് അവൻ ശ്രമിക്കുന്നതെന്നും പറഞ്ഞു വരുത്തും. ഇറൂക്കിയും തമ്മിലുള്ള കണക്ഷൻ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുക. നീ ഒരുപാട് സ്നേഹിക്കുന്ന ഈ ഒരു ഇറൂക്കി സെൻസായി എന്നോട് വലിയൊരു രഹസ്യം മറച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ അത് പറയരുതെന്ന് ഇറൂക്കി വിളിച്ചു കൂവും. പക്ഷെ അതൊന്നും കേൾക്കാതെ ഇസൂക്കി ആവട്ടെ ആ കാര്യങ്ങള് അവന്റെ അടുത്ത് പറയും. കഥയുടെ തുടക്കത്തില് നമ്മൾ കണ്ട ആ ഒരു ദുഷ്ടനായ ഫോക്സിനെ ഒരു മനുഷ്യനില് അടക്കം ചെയ്തു എന്ന് പറഞ്ഞിരുന്നില്ലേ, ആ മനുഷ്യനാണ് നമ്മുടെ കുട്ടപ്പൻ നറൂട്ടോ.
9 വാലുകളുള്ള ആ ഒരു കുറുക്കൻ ഇപ്പോഴും അവന്റെ ഉള്ളിലുണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അവനൊരു ഫ്രണ്ട്സ് ഇല്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വന്നത്. ഇതെല്ലാം കേട്ട് ടെൻഷനായിട്ട് നമ്മുടെ കുട്ടപ്പൻ ഓടി രക്ഷപ്പെടുമ്പോ മിസൂക്കയും ഇറൂട്ടയും ചില കാര്യങ്ങള് പരസ്പരം പറയാൻ തുടങ്ങും. അവനും എന്നെ പോലെ ഒരു നെഗറ്റീവ് എനർജി ഉള്ളവനാണ്. ബുക്ക് വായിച്ച് എല്ലാ കാര്യങ്ങളും സ്വായത്തമാക്കി ഈ ഗ്രാമത്തിനെ അവൻ ഇല്ലാതാക്കുമെന്ന് മിസൂക്കി പറയുമ്പോ ദൂരെ ഒളിച്ചിരുന്ന് നമ്മുടെ കുട്ടപ്പൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ കേട്ട് മനസ്സിലാക്കും. ഇറൂക്കിക്ക് ഒരുപാട് അപകടങ്ങൾ പറ്റിയിട്ടുണ്ട് എങ്കിലും അവന്റെ കോൺഫിഡൻസിന് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല. നറൂട്ടോ അവൻ വൺ ഓഫ് എ കൈൻഡ് ആണ്, ലക്ഷത്തിൽ ഒരുവൻ. അവന്റെ ഉള്ളിൽ വലിയൊരു നന്മയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അവൻ നല്ലൊരു നിഞ്ചയായിട്ട് മാറും. എല്ലാ കാര്യങ്ങളും സ്വായത്തമാക്കി നിന്നെ പോലുള്ള പിശാചുക്കളെ അവന്റെ കൈകൊണ്ട് തന്നെ ഇല്ലാതാക്കുന്നു പറയുമ്പോ ദൂരെ ഇരിക്കുന്ന നാറൂട്ടോയ്ക്ക് അത് കേട്ട് ഒരുപാട് സങ്കടം വരും. ഈ കാര്യങ്ങൾ കേട്ട് മിസൂക്കി സെൻസായി ആവട്ടെ ഇറൂക്കെ കൊല്ലാൻ വരുമ്പോ കറക്റ്റ് ആയിട്ട് നമ്മുടെ കുട്ടപ്പൻ നാറൂക്ക ചാടി വീണ് മിസൂക്കെ തൊഴിച്ചെറിയും. ഒരുപാട് കഷ്ടപ്പെട്ട് അവൻ സ്വായത്തമാക്കിയ ആ ഒരു ക്ലൗൺ ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് മിസൂക്കെ ഇടിച്ച് പപ്പടമാക്കും. ഇത് കണ്ട് ഇറൂക്കെ ആവട്ടെ അവന്റെ ബാൻഡ് അഴിച്ച് നമ്മുടെ കുട്ടപ്പന് കൊടുക്കും. നീ ഒരു ഗ്രാജുവേറ്റ് ആയെന്ന് പറയുമ്പോ ഒത്തിരി സന്തോഷത്തില് കുട്ടപ്പൻ അവനെ കെട്ടിപ്പിടിക്കും. കട്ട് ചെയ്താല് നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ ആവട്ടെ ഒരു ഫോട്ടോഗ്രാഫർക്ക് എട്ടിന്റെ പണി കൊടുത്തോണ്ടിരിക്കുകയാണ്. കൊറേ കഷ്ടപ്പെട്ട് അവന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്ത് നറൂട്ടോയ്ക്ക് കൊടുക്കും. ഈ ഫോട്ടോ നിഞ്ച രജിസ്ട്രേഷൻ ഫോമിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ലോർഡ് ഹുക്കാവി ആ ഒരു ഫോട്ടോ നോക്കിയിട്ട് അല്ല ഇതെങ്ങനെ ശരിയാവും, നിന്റെ ഹെഡ് ബാൻഡ് എവിടെയെന്ന് അവന്റെ അടുത്ത് ചോദിക്കും. അത് ഞാൻ അഴുക്കാവാതിരിക്കാൻ വേണ്ടിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. നിഞ്ച ട്രെയിനിങ്ങിന്റെ സമയത്ത് ഞാനത് വെച്ചോളാന്ന് പറയുമ്പോ ലോഡ് ആവട്ടെ നല്ല കാര്യം, ബാൻഡ് സൂക്ഷിച്ച പോലെ തന്നെ നീ നിന്റെ മോന്തയും കൂടെ ഒന്ന് സൂക്ഷിക്കണം. മര്യാദക്ക് നല്ല ഫോട്ടോ എടുത്തോണ്ട് വരാൻ പറഞ്ഞ അവനെ ആട്ടി ഓടിക്കുമ്പോ ഇത് കേട്ടിട്ട് ലോഡിനൊരു പണി കൊടുക്കാന്ന് പറഞ്ഞ് സെക്സി ജിപ്സോ ഉപയോഗിച്ചുകൊണ്ട് അവനൊരു ഹോട്ട് ലേഡി ആയിട്ട് മാറും. പെണ്ണുങ്ങളെ കണ്ടിട്ട് അലർജി ആയിട്ടാണോന്ന് അറിയില്ല, നമ്മുടെ ലോഡിന്റെ മൂക്കിൽ നിന്ന് ഒരു കൊട്ട ബ്ലഡ് പുറത്തേക്കും വരും. കുരുത്തം കെട്ട ചെക്ക, മേലാല് ഇമാതിരി കനന്തരിവ് കാണിച്ചാല് നിന്റെ കൈ രണ്ടും ഞാൻ തല്ലി ഓടിക്കും. മര്യാദക്ക് പോയി ഫോട്ടോ എടുത്തോണ്ട് വാടാന്ന് പറയുമ്പോ അവിടേക്ക് വേറൊരു ചിമിട്ട് സാധനം തുള്ളിച്ചാടി വരും. ഈ ചിമിട്ട് മറ്റാരുമല്ല ലോർഡ് ഹുക്കാവോടെ കൊച്ചുമോനാണ്. അവന് വലിയൊരു നിഞ്ചയാവണം, അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യാനും നമ്മുടെ കുഞ്ഞു ചിമിട്ട് തയ്യാറാണ്. അവനെ ട്രെയിൻ ചെയ്യുന്നത് ഇബുസോ എന്ന് പറയുന്ന ഒരു ട്രെയിനറാണ്. ഇവൻ നമ്മുടെ നറൂട്ടോനെ കാണുമ്പോ 9 വാലുള്ള ആ ഒരു ചെകുത്താൻ കുറുക്കനായിട്ടാണ് കാണുക. ചിമിട്ട് ചെക്കൻ ട്രെയിനിങ്ങിന്റെ സമയത്ത് ഇടിക്കാൻ നോക്കുമ്പോ കാല് തന്നെ മൂക്കും കുത്തി താഴെ വീഴും. ഫോട്ടോ എങ്ങനെ മാറ്റിയെടുക്കാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നറൂട്ടോനെ കണ്ട് നമ്മുടെ ചിമിട്ട് ചെക്കനാവട്ടെ നീ അല്ലേ എന്നെ തള്ളിയിട്ടെന്ന് ചോദിക്കുമ്പോ കാലിമൂത്ത നറൂട്ടോ അവന്റെ അടുത്ത് ചൂടാവും. ഫൈറ്റ് കണ്ട ഇബോസോ ആവട്ടെ നറൂട്ടോ നിനക്കറിയോ ഇവൻ ആരാണെന്ന്? നമ്മുടെ ലോഡിന്റെ ചെറുമകനാണ്. ചെറുപയറോ വൻപയറോ എനിക്കതൊന്നും വിഷയമില്ല, എന്റെ അടുത്ത് ചൊറിയാൻ വന്നാ ഞാൻ കയറി മാന്തി വിടുമെന്ന് നറൂട്ടോ മറുപടി കൊടുക്കും. മറുപടി